Hi friends, welcome to my YouTube channel Ampency. Our channel name Help Me Lord. ഇന്നത്തെ ഈ വീഡിയോ മാസങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ കമൻ്റായി ഞാൻ ഉത്തരം തന്നിരുന്നു. എങ്കിലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾ ഒത്തിരി ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നു. ഈ ഉള്ളുനീര് എടുക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഉള്ളിനീര് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന്. അപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്ന് പലരും ചോദിച്ചു. ഇതെങ്ങനെ എടുക്കണമെന്ന് ഞാനിതിൽ കാണിക്കുന്നു. ആദ്യം തന്നെ ഉള്ളിനീരും അതിൻ്റെ ഗുണങ്ങളും അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി പറയുന്നു. പ്രധാനമായും ഉള്ളിനീര് ഉപയോഗിക്കുന്നത് മുടിയുടെ സംരക്ഷണത്തിനാണ്. കൊച്ചുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി, അതായത് സവാള, ഏത് വേണേലും ഉപയോഗിക്കാം, പ്രശ്നമില്ല. മുടി പൊഴിച്ചിൽ തടയാനും പുതിയ മുടി കിളിർത്തു വരാനും അതുപോലെ അകാല നര തടയാനും ഉള്ള നല്ലൊരു മരുന്നാണ് ഈ ഉള്ളിനീര്. ഉള്ളിനീര് തലയിൽ പുരട്ടുമ്പോൾ രോമകൂപങ്ങളിൽ രക്തയോട്ടം കൂടുകയും മുടിയുടെ വളർച്ചയെ കൂട്ടുകയും ചെയ്യുന്നു. കൂടാതെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ, ഫംഗസ് എന്നിവയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ ഘടകം പുതിയ രോമകൂപങ്ങളെ ഉണ്ടാക്കുന്നത് വഴി പുതിയ മുടികൾ വളർന്നു വരാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനുള്ള ഉള്ളിയുടെ കഴിവ് വളരെ വലുതാണ്. ഉള്ളിയിൽ പലതരം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് തലയോട്ടിയിൽ പുരട്ടുമ്പോൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുന്നു. തലയോട്ടിയിലെ അഴുക്കിനെ ഇല്ലാതാക്കുന്നു. തലയിലെ രക്തയോട്ടത്തെ കൂട്ടുന്നു. അതുവഴി പുതിയ മുടികൾ കിളിർത്തു വരുന്നു. ഈ നരയെന്ന് ഞാൻ പറഞ്ഞത് വാർദ്ധക്യ സഹജമായ നര മാറില്ല. പക്ഷെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മുടി നരച്ചു തുടങ്ങിയത് ഇത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ അതിന് മാറ്റം വരാം. 1-2 ദിവസം കൊണ്ടല്ല, മാസങ്ങൾ ഡെയിലി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ഞാൻ അഡ്വാൻസായി പറയുന്നു. പൊതുവെ പുരുഷന്മാരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കഷണ്ടിയാകുന്നത്. എന്നാൽ ഇപ്പോൾ പല സ്ത്രീകളെയും കാണാം, അവരുടെയും മുടിയുടെ ഫ്രണ്ട് ഇതുപോലെ ഫുൾ മുടി പൊഴിഞ്ഞു പോയി തലയോട്ടി കാണുന്ന രീതിയിൽ, അതായത് കഷണ്ടി പോലെ ആകുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ മുടി കുഴിച്ചിലാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരുണ്ട് ഈ ഉള്ളിനീര് മാസങ്ങളോളം മുടങ്ങാതെ ഡെയിലി പുരട്ടി കഷണ്ടി മാറി മുടി കിളിർത്തു വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോടെ പറയുന്നതും വീണ്ടും ഇതേക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി വീഡിയോ ഇടുന്നതും. പലരും ചോദിച്ചു ഇത് താടിയുടെ നര, മീശയുടെ നര ഒക്കെ മാറുമോ എന്ന്. സത്യം പറയട്ടെ, അതേക്കുറിച്ച് എനിക്ക് അധികം അറിയില്ല. അങ്ങനെയുള്ളവർ പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1-2 ദിവസമല്ല, കുറേ നാളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഇവിടെ ഒരു കമൻ്റ് ഇട്ടാൽ അത് മറ്റുള്ളവർക്കും സഹായമാകും. നമ്മൾ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയതാകുമ്പോൾ ധൈര്യത്തോടെ മറ്റുള്ളവർക്കും സജസ്റ്റ് ചെയ്യാമല്ലോ. പിന്നെയുള്ള ചോദ്യം, ഈ ഉള്ളിനീരും ഞാൻ പറഞ്ഞു തന്ന മുടി തഴച്ചു വളരാനുള്ള ഉരുക്കു വെളിച്ചെണ്ണയും ഒരുമിച്ച് ഉപയോഗിക്കാമോ എന്നതായിരുന്നു. ഞാൻ ചിലർക്ക് മറുപടി കൊടുത്തിരുന്നു, രണ്ടും 2 നേരമായി ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഒന്നിട വിട്ട് ഉപയോഗിക്കൂ എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അല്പം എണ്ണ എടുത്തിട്ട് അതിൽ അല്പം ഉള്ളിനീര് ചേർത്ത് ഒരുമിച്ച് തലയിൽ പുരട്ടുകയാണ്. നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 2 നേരം കുളിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം ഒരു സമയത്ത് മറ്റേത് അടുത്ത സമയത്ത് അങ്ങനെ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒന്നിട വിട്ട് ഓരോന്നും ഉപയോഗിക്കാം. എന്തായാലും എണ്ണയായാലും ഉള്ളിനീരായാലും 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തലയിൽ വെച്ചിട്ട് കഴുകിക്കളയാം. അതിൽ കൂടുതൽ തലയിൽ തേച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒത്തിരി ഒന്നും തേക്കണ്ട. നമ്മുടെ വിരൽ ഈ ഉള്ളിനീരിൽ ഒന്ന് മുക്കി സ്കാൽപ്പിൽ, അതായത് തലയോട്ടിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. എണ്ണയായാലും അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് കുഴച്ച് തേക്കണ്ട. സ്കാൽപ്പിൽ ആവശ്യത്തിനുള്ളത് മാത്രം തേച്ചാൽ മതി. അല്ലാതെ വെറുതെ തേച്ച് വെച്ചിട്ട് എണ്ണ നഷ്ടമാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഉള്ളിനീരിൻ്റെ മണം കളയാൻ വീര്യം കുറഞ്ഞ എന്തേലും ഷാമ്പു ഉപയോഗിക്കാം. ഇനി ഉള്ളിനീരെടുക്കുന്നത് കാണിക്കാം. എളുപ്പമാണ്. മുടി തഴച്ചു വളരണം, മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കൊച്ചുങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കിക്കോണം. ഇവിടെ എടുത്തിരിക്കുന്നത് ഒറ്റയൊരു സവാളയുള്ളിയാണ്. അതിങ്ങനെ ഗ്രേറ്ററിൽ വെച്ച് ഉരയ്ക്കുക. അത് സവാളയുള്ളി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകിയ ശേഷം ഇങ്ങനെ ഉരച്ചെടുക്കുക. വളരെ എളുപ്പമാണ്. അത് ഫുള്ള്, ആ ഒരെണ്ണം ഫുള്ളിങ്ങനെ ഉരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിനെ പിഴിഞ്ഞെടുക്കും. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ ദാണ്ട് ഈ ഒരു സവാള നമ്മൾ ഉരച്ചപ്പോൾ ഇത്രയുമാണ് കിട്ടിയത്. ഒറ്റയൊരു സവാള മതി നമുക്ക്, അതിൻ്റെ ആവശ്യത്തേ ഉള്ളൂ. ദാണ്ട് ഇത് ഒരു സവാള പിഴിഞ്ഞെടുത്തു. ഇത് നല്ലതുപോലെ ആ ഉള്ളി കിട്ടിയത് എത്രയുണ്ടോ അത് മൊത്തവും നല്ലതുപോലെ പിഴിയുക. പിഴിഞ്ഞൊരു പാത്രത്തിൽ അരിച്ചെടുക്കുക.
ഒട്ടും വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിഴിഞ്ഞ് കിട്ടും. വേണ്ട ഈ ഒറ്റ സവാളയുടെ ഉള്ളിനീരാണ് ഇത് ഇത്രയും നമുക്ക് കുറഞ്ഞത് ഒരാഴ്ചത്തേക്കെങ്കിലും ഉണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സൂക്ഷിക്കാം. ഇത് ഒരു ദിവസത്തേക്കല്ല, ഇത് നമ്മുടെ വിരൽ ഇച്ചിരി അല്പം ഇതൊന്ന് മുക്കി അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ തേൽച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ നല്ലതുപോലെ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി. നല്ലതുപോലെ നല്ല ഒട്ടും വായു കയറാത്ത പാത്രത്തിൽ വേണം അടച്ചു വെക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് മൊത്തം നാറ്റം അടിക്കും. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ സൂക്ഷിക്കാം, പന്നലാവില്ല. എത്ര നാൾ വേണേലും ഉപയോഗിക്കാം. ഒരു സവാളയെന്ന് പറഞ്ഞത് ഇത് ഒരു സവാളയ്ക്ക് നല്ല നീര് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങളിത് ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യണം. എളുപ്പമാണ്. ഡെയിലി ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് മടി പിടിച്ചിരിക്കേണ്ട. നിങ്ങളിത് ട്രൈ ചെയ്യണം. നല്ല റിസൾട്ടാണ്, ഞാൻ തീർത്തു പറയുന്നു. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളിത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.